കടയിൽ നമ്മൾ പച്ചരി ഉഴുന്നും കുതിർത്തതിന് ശേഷം ചോറും കൂട്ടി അരച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ചില സമയത്ത് നമ്മൾ കടയിൽ ഇല്ലാത്ത ടൈം എവിടെയെങ്കിലും പോകണ സമയത്തൊക്കെ നമുക്ക് അരി ഉഴുന്നൊന്നും കുതിർത്താനുള്ള സമയം കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അരി പെട്ടെന്നൊന്നും കുതിർന്നിട്ടില്ല, കുറേ നേരം പിടിക്കും. ഉഴുന്ന് പെട്ടെന്ന് കുതിർന്നിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഉഴുന്നൊന്നും കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടും. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കണം 1.5 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കണത്. ഇതിലേക്ക് ഇത് ഇച്ചിരി കോളം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉഴുന്നൊക്കെ ഒരു 1/4 മണിക്കൂർ കൊണ്ടിട്ട് തന്നെ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി ഞാനിത് മിക്സർ ജാറിലേക്കും കൂടി വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നരച്ചെടുക്കാനായിട്ട് ഞാൻ ഐസ് ക്യൂബാണ് ഇടുന്നത്. ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടായാലും നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യണേ മാവ് എളുപ്പം പൊന്തിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴില്ലേ ചൂടാവില്ലേ മിക്സി, അതനുസരിച്ച് നമ്മുടെ മാവ് പൊന്താനും പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ ഇഡ്ഡലി ഹാർഡും ആയിപ്പോവും. ഇനി നമ്മൾ ആ ഉഴുന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളമില്ലേ, ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഉഴുന്ന് അരച്ചൊരു പാത്രത്തിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ട വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കണത് കേട്ടോ. ഇനി അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചരി ഒന്നും കുതിർത്താനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം, പൊടി ഏത് ഗ്ലാസ്സിനാണ് അളന്നേക്കണം ആ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളത്തിലേക്ക് 3 ഗ്ലാസ് പൊടി, അതായത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്, നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്കും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കണത് 3 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഞാൻ എടുത്തേക്കണതില്ലേ, നേരത്തെ നമ്മുടെ ദോശമാവ് ഇഡ്ഡലി മാവും ഉണ്ടാവുമല്ലോ ബാലൻസ്, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 3/4 ഗ്ലാസ്സോളം ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ചോറോ അവലോ ഒന്നും ചേർക്കണില്ല. ഈ ഒരു തലേദിവസത്തെ ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അതെല്ലാം കൂടി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇളക്കണ്ട. ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ഇളക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മാവ് പൊന്തിയും വരും, അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഡ്ഡലിക്ക്. ഇങ്ങനത്തെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നോക്കേണ്ടത്. അങ്ങനെ ഞാനിത് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വീഡിയോക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനിത് കലക്കി വെച്ചതെന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണിയായപ്പോഴാണ്. നമ്മൾ 10 മണിക്കൊക്കെ നമ്മുടെ ഇഡ്ഡലിയുടെ കച്ചവടമൊക്കെ കഴിയും. രാവിലെ 10, 10:30, 11 മണിയാകുമ്പോഴേക്കും തീരും. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. വൈകുന്നേരം 4, 4:30 എപ്പോഴും തുറന്നു നോക്കിയപ്പോഴും മാവത് ഇതേപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി ആർക്ക് കൊടുക്കും. പിന്നെ ചേച്ചി ഷമീർ ഉള്ളത് കാരണം രക്ഷപ്പെട്ടു. ഞാനപ്പോൾ കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ നമ്മുടെ ഇഡ്ഡലിയുടെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ ഇഡ്ഡലിത്തട്ടിലേക്ക് ഞാൻ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കണം. ആ വെള്ളം ചൂടാണ അനുസരിച്ച് വേണം നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ മാവ് ഇങ്ങനെ കോരി വയ്ക്കാനായിട്ട്. അതെ, ഒരു കാര്യം പറയാൻ വിട്ടേ, നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പിട്ട് കലക്കിയതിന് ശേഷമാണ് ഇഡ്ഡലി തയ്യാറാക്കണത്. അല്ലെങ്കിൽ എല്ലാവരും പറയും ചേച്ചി ഉപ്പിടാത്ത മാവാണ് ചേച്ചി കോരി വയ്ക്കണത്. എന്താണെന്ന് പറയാം, ചില സമയത്തൊക്കെ ഞാൻ ഉപ്പിടുന്ന കാര്യമൊക്കെ പറയാൻ വിട്ടു. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ചേച്ചി ചിക്കനിൽ ഉപ്പിട്ടില്ലല്ലോ, ബീഫിൽ ഉപ്പിട്ടില്ലല്ലോ. എവിടെ ഞാൻ പറയാൻ വിട്ടുപോയതായിരിക്കും, ഇട്ടിട്ടുണ്ടാവും. അല്ലെ വീഡിയോ എൻ്റെ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ പോയതായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സഹൃദയം ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞും പിടിച്ച് വന്നപ്പോൾ ഇഡ്ഡലിയൊക്കെ ശരിയായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം എന്തേ സോഫ്റ്റ് ഇഡ്ഡലി കൈ കൊണ്ട് തന്നെ എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുത്ത് ഒരെണ്ണം കാണിച്ചു തരട്ടെ. കണ്ട നല്ല പതപതാന്നുള്ള ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി പുളിയുള്ള ഇഡ്ഡലിയൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇതിന് പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മനുഷ്യൻ്റെ കാര്യമില്ല, ചില സമയത്തൊക്കെ ഞാൻ കടയിൽ ഉണ്ടാക്കുമ്പോൾ പുളിക്കൊക്കെ വെച്ചിട്ട് എല്ലാം നല്ലതാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ അഹങ്കാരിയായി മാറൂലേ. അപ്പോൾ അതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കിക്കോടോ, വെറൈറ്റി അല്ലേ. അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.